കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നും. പക്ഷേ വാർത്ത സത്യമാണ്. ബംഗ്ലാദേശിനെതിരെ ഉക്രൈൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതിന് പ്രധാന കാരണം ഈ യുദ്ധകാലഘട്ടത്തിൽ റഷ്യ കൈവശപ്പെടുത്തിയ ഉക്രൈൻ്റെ കൃഷിയിടങ്ങളിൽ നിന്ന് കൊയ്യുന്ന ഗോതമ്പെല്ലാം കയറ്റി അയക്കുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ഇത് മോഷണമാണെന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. യുദ്ധക്കുറ്റമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ മുതൽ കൊള്ളയടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനവധി തവണ ബംഗ്ലാദേശിന് ഉക്രൈൻ കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല എന്ന് ഉക്രൈൻ അംബാസഡർ ഒലക്സാണ്ടർ പൊളിഷ്ചുക് പറയുകയുണ്ടായി. ന്യൂഡൽഹിക്ക് ഇത് സംബന്ധിച്ച് കത്തുകൾ നൽകി. ഇത്തരം ഷിപ്പുകൾ നമ്മുടെ തുറമുഖങ്ങളിൽ അടുക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു. റഷ്യ പറയുന്നത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഉക്രൈൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഗോതമ്പ് കൃഷി തന്നെയാണ്. ഫലഭൂഷ്ടമായ ഉക്രൈൻ്റെ ഗോതമ്പ് പാടങ്ങളെല്ലാം റഷ്യൻ സൈനികരുടെ അധീനതയിലാണ് ഇപ്പോൾ. ഏതായാലും ഇത് സംബന്ധിച്ച് ഉക്രൈൻ യൂറോപ്യൻ യൂണിയനും പരാതി നൽകി. കൂടാതെ ബംഗ്ലാദേശിലേക്ക് ഗോതമ്പം കയറ്റി പോവുകയായിരുന്ന ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽ, അതായത് റഷ്യ രഹസ്യമായി ചില കമ്പനികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ, 32 കപ്പലുകൾക്ക് യൂറോപ്യൻ യൂണിയൻ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഉക്രൈൻ്റെ പുതിയ ആവശ്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ബംഗ്ലാദേശിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കണമെന്നാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്.